സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജപുരത്ത് നാടൻ കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളുമായി ഒരാൾ പിടിയിൽ. ആലക്കോട് കാർത്തികപുരം സ്വദേശി അജിത് കുമാർ MK ആണ് രാജപുരം പോലീസിന്റെ പിടിയിലായത്. 2 പേർ ഒളിവിൽ. കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കാസർഗോഡ് ചൂരി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടുകയായിരുന്നു. ആന്ധ്രയിലെ അക്കിവീട് സ്വദേശി മുഹമ്മദ് സൽമാൻ അഹമ്മദിനെയാണ് പോലീസ് സംഘം അക്കിവീട് എന്ന സ്ഥലത്തെത്തി പിടികൂടിയത്. ആരോഗ്യവകുപ്പിന്റെയും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ 12, 13 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട്ടെ KSRTC ഡിപ്പോയിലെ ഔഷധോദ്യാനം ആരുടെയും മനം കുളിർപ്പിക്കും. ആമ്പൽ മുതൽ അനന്തശയനം വരെയുണ്ട്. KSRTC ഡിപ്പോ സെക്യൂരിറ്റി ജീവനക്കാരൻ അശോകൻ ഒരുക്കിയ ഡിപ്പോയിലെ ഔഷധത്തോട്ടത്തിൽ 2 കൊമ്പുകളുള്ള ഗണപതിയുടെ വിഗ്രഹ പ്രതിഷ്ഠയും ആരാധനയുള്ള ഉത്തര കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ മടിക്കൈ കീക്കാങ്കോട്ട് ന്യൂനിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി. സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. പള്ളിക്കര മേൽപ്പാലത്തിന്റെയും ചിത്താരി പാലത്തിന്റെയും ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യം. പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാജപുരത്ത് നാടൻ കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളുമായി ഒരാൾ പിടിയിൽ. ആലക്കോട് കാർത്തികപുരം സ്വദേശി അജിത് കുമാർ MK ആണ് രാജപുരം പോലീസിന്റെ പിടിയിലായത്. 2 പേർ ഒളിവിൽ. രാജപുരത്ത് നാടൻ കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളുമായി ഒരാൾ പിടിയിൽ. ആലക്കോട് കാർത്തികപുരം മേനിരിക്കൽ വീട്ടിൽ ദാമോദരന്റെ മകൻ അജിത് കുമാർ MK ആണ് രാജപുരം പോലീസിന്റെ പിടിയിലായത്. പൂർണ്ണമായും പണി പൂർത്തീകരിച്ച 2 തോക്കുകളും പണി പൂർത്തീകരിക്കാറായ 1 തോക്കും സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തു. കൂടാതെ 16ഓളം തോക്ക് നിർമ്മാണ സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു. കള്ളാർ കോട്ടക്കുന്ന് കൈക്കളം കല്ലിലെ ജസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളും പിടിച്ചെടുത്തത്. ഇവിടെ വെച്ച് കള്ളത്തോക്ക് നിർമ്മാണമുണ്ടെന്ന് കാഞ്ഞങ്ങാട് ബേക്കൽ DYSPമാർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജപുരം പോലീസ് ഇൻസ്പെക്ടർ P. രാജേഷിന്റെ നിർദ്ദേശമനുസരിച്ച് SIമാരായ കരുണാകരൻ, ബിജു പുളിങ്ങോം, ASI ഓമനക്കുട്ടൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ്, സനൂപ്, ഡ്രൈവർ വിനോദ്, ബേക്കൽ DYSPയുടെ സ്ക്വാഡ് അംഗങ്ങളായ സുഭാഷ്, കാഞ്ഞങ്ങാട് DYSPയുടെ സ്ക്വാഡ് അംഗങ്ങളായ ASI അബൂബക്കർ, ജിനേഷ്, നികേഷ് എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ സഹായികളായ 2 പേർ ഒളിവിലാണ്. ഇവർക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും 2 പേരും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇവർക്കായി പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തുകയാണ്. ഇവർ ഏർപ്പെടുത്തിക്കൊടുത്ത വാടക വീട്ടിൽ വെച്ചാണ് തോക്ക് നിർമ്മാണം നടത്തിയത്. ആശാരിപ്പണി, കൊല്ലപ്പണി, കത്തി നിർമ്മാണം, രാമച്ച ചെമ്പ് നിർമ്മാണം, തോക്ക് നിർമ്മാണം എന്നിവയിൽ വിദഗ്ധനാണ് പ്രതി. ആവശ്യക്കാർക്ക് അവർ തരപ്പെടുത്തി കൊടുക്കുന്ന താമസ സ്ഥലത്ത് ചെന്ന് തോക്ക് നിർമ്മിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന രാജപുരം ഇൻസ്പെക്ടർ P. രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കാസർഗോഡ് ചൂരി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടുകയായിരുന്നു. ആന്ധ്രയിലെ അക്കിവീട് സ്വദേശി മുഹമ്മദ് സൽമാൻ അഹമ്മദിനെയാണ് പോലീസ് സംഘം അക്കിവീട് എന്ന സ്ഥലത്തെത്തി പിടികൂടിയത്. കാസർഗോഡ് ചൂരി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ കാസർഗോഡ് ടൗൺ പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയുടെ സ്വദേശമായ ആന്ധ്രയിലെ അക്കിവീട് എന്ന സ്ഥലത്തെത്തി പിടികൂടിയത്. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി അക്കിവീട് സ്വദേശി മുഹമ്മദ് സൽമാൻ അഹമ്മദാണ് പോലീസ് പിടിയിലായത്. പള്ളികൾ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ മോഷണ രീതി. കണ്ണൂർ, പാനൂർ, മലപ്പുറം, പാലക്കാട്, കസബ, എലത്തൂർ പോലീസ് സ്റ്റേഷനുകളിൽ പള്ളിയിൽ മോഷണം നടത്തിയ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കോഴിക്കോടാണ് ഇയാൾ പതിവായി ഉണ്ടാകാറ് എന്ന നിഗമനത്തിൽ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ
ഇയാൾ സ്വദേശമായ ആന്ധ്രയിലേക്ക് പോയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് സംഘം ആന്ധ്രയിലേക്ക് പുറപ്പെട്ടത്. ആന്ധ്ര പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സുനിൽകുമാർ CK, കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നളിനാക്ഷൻ P എന്നിവരുടെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ ജോജോ ജോർജ്, SCPOമാരായ സതീശൻ, P രതീഷ് കുമാർ, KV ജെയിംസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോഗ്യവകുപ്പിന്റെയും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പ് അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ചും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ശോചനീയാവസ്ഥ എന്നാരോപിച്ചും BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ഒരു ബിന്ദു എന്ന് പറയുന്ന കൂട്ടിരിപ്പുകാരി പാവം സ്ത്രീ നിഷ്ഠുരമായി മരണപ്പെട്ടു. അവര് മരിച്ചതല്ല, അവരെ കൊന്നതാണ്. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വാസവനും കൂടി കൊന്നതാണ്. കാരണം അപകടം ഉടനെ സംഭവിച്ച ഉടനെ അവിടെ ഓടിയെത്തിയ ഈ മന്ത്രിമാർ പറഞ്ഞു ആർക്കും പരിക്കേറ്റിട്ടില്ല, അതൊരു പഴയ ബിൽഡിംഗ് ആണ്, വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയ ദുഷ്ടന്മാരാണ് ഈ രണ്ട് മന്ത്രിമാർ. ഇന്നലത്തെ സമരത്തോടുകൂടി, ഇന്നലത്തെ പൊതുപണിമുടക്കോടുകൂടി ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു: ഇവർക്ക് ഭരിക്കാനും അറിഞ്ഞൂടാ, സമരം ചെയ്യാനും അറിഞ്ഞൂടാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇന്നലെ ഒരു ദിവസത്തെ ഹർത്താൽ കൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടം 1000 കോടി രൂപയാണ്. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M പ്രശാന്ത് സൗത്ത് അധ്യക്ഷത വഹിച്ചു. A വേലായുധൻ, M ബൽരാജ്, PR സുനിൽ, മനുലാൽ മേലത്ത്, സാഗർ ചാത്തമത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി പത്മനാഭൻ സ്വാഗതവും P പത്മനാഭൻ സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജി ബാബു നന്ദിയും പറഞ്ഞു. മാർച്ചിനിടയിൽ നേരിയ സംഘർഷമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ 12-13 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ 12-13 തീയതികളിലായി നടക്കും. വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന ഓഡിറ്റോറിയം ചാമുണ്ടിക്കുന്നിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. E ചന്ദ്രശേഖരൻ MLA, M രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമൻ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, T ശോഭ, K സബീഷ്, VP മോഹനൻ, സതി ശശി എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. പൂരക്കളി പ്രദർശനവും നടക്കും. ജൂലൈ 13 പ്രതിനിധി സമ്മേളനം നടക്കും. വടക്കൻ കേരളത്തിന്റെ അഭിമാനമായ പൂരക്കളി എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്രാവശ്യം സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് മേഖലയുടെ ആതിഥ്യം പിന്നെ ചിത്താരി ശ്രീ ചാമുണ്ടേശ്വരി വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ മാസം 12-13 തീയതികളിലായിട്ട്. അതിൽ 12-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ്. 13-ാം തീയതി പ്രതിനിധി സമ്മേളനമാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി.
വളരെ ഭംഗിയായി തന്നെ ചെറിയ സമയത്തിനകത്ത് ഈ അതിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ഭംഗിയായി ചിട്ടയോടുകൂടി നടക്കുകയാണ്. സമ്മേളനം വളരെ ഗൗരവമുള്ള തരത്തിൽ തന്നെ ഒരുപക്ഷെ നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. ജൂലൈ 12-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CK നാരായണ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ, ദാമോദര പണിക്കർ, ഐശ്വര്യകുമാരൻ, കൊട്ടൻ കുഞ്ഞി, വസന്തകുമാർ, അനീഷ് ദീപം, ശ്രീധരൻ TV, N കൃഷ്ണൻ വെള്ളൂർ, ജനാർദ്ദനൻ കുന്നരുവത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ KSRTC ഡിപ്പോയിലെ ഔഷധോദ്യാനം ആരുടെയും മനം കുളിർപ്പിക്കും. ആമ്പൽ മുതൽ അനന്തശയനം വരെയുണ്ട്. KSRTC ഡിപ്പോ സെക്യൂരിറ്റി ജീവനക്കാരൻ അശോകനൊരുക്കിയ ഡിപ്പോയിലെ ഔഷധത്തോട്ടത്തിൽ KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരനാണ് KV അശോകൻ. അശോകന്റെ ഔഷധോദ്യാനമാണ് നമുക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുന്നത്. ഇത് മറ്റെവിടെയുമല്ല, കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിലാണ്. ഡിപ്പോയിലെത്തുന്ന ഡ്രൈവറും കണ്ടക്ടറും ഔഷധ ഇലകളിൽ ചിലത് പറിച്ച് മണത്തു നോക്കും. പിന്നെ ഉന്മേഷത്തോടുകൂടി അടുത്ത ട്രിപ്പിന് സജ്ജമാവും. അത്തരം ഔഷധ സസ്യങ്ങളാണ് അശോകന്റെ ഔഷധോദ്യാനത്തിലുള്ളത്. എന്തിനേറെ പറയുന്നു, ആമ്പൽ മുതൽ അനന്തശയനം വരെയുണ്ട് അശോകന്റെ ഔഷധോദ്യാനത്തിൽ. അശോകൻ മുൻപ് ജോലി ചെയ്ത KSEB ചിത്താരി കാര്യാലയത്തിനു മുൻപിലും ഇതുപോലൊരു ഔഷധത്തോട്ടം ഒരുക്കിയിരുന്നു. മടിയൻകൂലം ക്ഷേത്രവളപ്പിലുമുണ്ട് അശോകന്റെ കൈകളാൽ വളർന്ന ഔഷധ സസ്യങ്ങൾ. മാതൃകാപരമായ ഈ ഔഷധോദ്യാനം ചെമ്മട്ടംവയൽ ഡിപ്പോയിൽ മാത്രമാണുള്ളത് എന്ന് ATO ആൽവി T സേവിയർ പറഞ്ഞു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിലാണ്. കേരളത്തിലെ മറ്റൊരു ഡിപ്പോകളിലില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ആയുർവേദത്തോട്ടം എന്ന് പറയുന്നത്. 100-ൽ പരം വിവിധങ്ങളായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളാണ് ഈ ഒരു ഡിപ്പോയിലുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ റയറായിട്ടുള്ള സസ്യങ്ങൾ നമ്മളിവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ അശോകൻ, നമ്മുടെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അശോകൻ്റെ ഒരൊറ്റ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇവിടെ ഈ ഒരു പൂന്തോട്ടവും പ്ലസ് ഒരു ആയുർവേദ ഗാർഡനും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെ നമുക്ക് ബ്രേക്ക് ഫിൽറ്ററുകളുണ്ട്. എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ. എയർ ഫിൽറ്ററാണ് ഇവിടെ കാണുന്നത്. ഇദ്ദേഹം ഇത് റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു അംഗീകാരം കിട്ടിയൊരു കാര്യമാണ്. നമുക്കറിയാം, ഇത് സാധാരണ എയർ ഫിൽറ്റർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളയുകയാണ് പതിവ്. അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര ഹ്യൂജ് സൈസാണ്. പക്ഷേ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് റീസൈക്കിൾ ചെയ്തിട്ട് അതൊരു ചെടിച്ചട്ടിയായിട്ട് മാറ്റുന്നതിലൂടെ ആ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാനും ഒപ്പം തന്നെ ചെടിച്ചട്ടികൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ സാധിച്ചു. വളരെ മികച്ച ഒരു കാര്യമാണ് സ്വന്തം ഇനിഷ്യേറ്റീവ് അശോകൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരുടെ എല്ലാവരുടെ സഹകരണം. നാട്ടുവൈദ്യത്തിൽ പ്രസിദ്ധിയാർജിച്ച കുടുംബത്തിലാണ് അശോകൻ വളർന്നത്. ഒരു മുറിവ് പറ്റിയാൽ, ഒരു തലവേദന വന്നാൽ എന്തിനും ശമനത്തിനായി അശോകന്റെ ഔഷധത്തോട്ടത്തിലുണ്ട് കുഞ്ഞു പൊടിക്കൈകൾ. കാഞ്ഞങ്ങാട് ഡിപ്പോയെ സുന്ദരമാക്കുന്ന ഈ ഔഷധോദ്യാന കാഴ്ച കാഞ്ഞങ്ങാടിന് മാത്രം സ്വന്തമെന്നതിൽ അശോകനെപ്പോലെ കാഞ്ഞങ്ങാട്ടുകാർക്കും അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. ജയരാജ്, കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2 കൊമ്പുകളുള്ള ഗണപതിയുടെ വിഗ്രഹപ്രതിഷ്ഠയും ആരാധനയുള്ള ഉത്തര കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കൈ കീക്കാങ്കോട്ട് ന്യൂനിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി. സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. 2 കൊമ്പുള്ള ഗണപതിയുടെ വിഗ്രഹപ്രതിഷ്ഠയും ആരാധനയുമുള്ള ഉത്തര കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കൈ കീക്കാംകോട്ട് നൂഞ്ഞിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി.
വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിച്ചത്. സമൂഹ മൃത്യുഞ്ജയ ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. ജനകീയ പങ്കാളിത്തത്തിൽ നടന്ന ഉത്സവത്തിൽ നാടിന്റെ നാനാഭാഗത്തിലുമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. ഉപദേവാലയ പൂജ, ഭജന, അലങ്കാര പൂജ, അന്നദാന പ്രസാദ വിതരണം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര മേൽപ്പാലത്തിന്റെയും ചിത്താരി പാലത്തിന്റെയും ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളിക്കര മേൽപ്പാലത്തിന്റെയും ചിത്താരി പാലത്തിന്റെയും ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളിക്കര മേൽപ്പാലത്തിന് സമീപം നടത്തിയ പ്രതിഷേധ സദസ്സ് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും ഇങ്ങനെ ബോർഡിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അതിൽ പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ അസംബ്ലിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കാവൽക്കാരാണ്, കാഴ്ചക്കാരല്ല. കേരളത്തിലെ 31,261 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന കുഴികളുടെ കാവൽക്കാരാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ന് അന്ന് തന്നെ അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡ് മരണക്കുഴിയായി മാറിയെന്നും ഈ ദുരവസ്ഥ മാറ്റിയെടുക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും MLA പറഞ്ഞു. UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് പള്ളിപ്പുഴ അധ്യക്ഷത വഹിച്ചു. കൺവീനർ MPM ഷാഫി സ്വാഗതം പറഞ്ഞു. ഹക്കീം കുന്നിൽ, KA ബക്കർ, സാജിദ് മവൽ, ഹനീഫ കുന്നിൽ, സത്യൻ പൂച്ചക്കാട്, സുകുമാരൻ പൂച്ചക്കാട്, രവീന്ദ്രൻ കരിച്ചേരി, ചോണായി മുഹമ്മദ് കുഞ്ഞി, തൊട്ടി സാലി ഹാജി, രാജേന്ദ്ര പ്രസാദ്, സുന്ദരൻ കുറിച്ചിക്കുന്ന്, KM അബ്ദുൾ റഹ്മാൻ ഹാജി, ചന്തുക്കുട്ടി പൊഴുതല, അബ്ബാസ് തെക്കുപുറം, ജയശ്രീ MP, മഹേഷ് തച്ചങ്ങാട്, മാധവ ബേക്കൽ, സിംഗപ്പൂർ അബ്ദുള്ള, യശോദ നാരായൺ, സിറാജ് മഠം, റാഷിദ് ഹാജി കല്ലിങ്കാൽ, സത്താർ തൊട്ടി, രാജു കുറിച്ചിക്കുന്ന്, PK അബ്ദുള്ള, ഹാരിസ് തൊട്ടിയിൽ, ഗഫൂർ ബേക്കൽ, ബഷീർ കുന്നിൽ, റാഷിദ് കല്ലിങ്കാൽ, അബ്ബാസ് മഠം, ഹസീനാർ ആമു, ഹമീദ് പള്ളിപ്പുഴ, മുനീർ തവണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആതുര സേവന മേഖലയിൽ നൂതന സൗകര്യവുമായി സൗഖ്യം ഇന്റർഗ്രേഡ് മെഡിക്കൽ സെന്റർ കുശവംകുന്നിൽ പ്രവർത്തനം തുടങ്ങി. ആയുർവേദം, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി എന്നിവയുടെ വിശാലമായ സൗകര്യത്തോടെയാണ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആതുര സേവന മേഖലയിൽ 15 വർഷത്തെ പാരമ്പര്യമുള്ള സൗഖ്യം ഇന്റർഗ്രേഡ് മെഡിക്കൽ സെന്റർ ആതുര സേവനത്തിന്റെ പൂർണ്ണതയുമായി കുശവൻകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ആയുർവേദം, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി എന്നിവയുടെ സമന്വയത്തോടെ വിശാലമായ സൗകര്യത്തോടെയാണ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ അംഗവും ആതുര സേവന മേഖലയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യവുമുള്ള ഡോക്ടർ ഷിംജി P നായരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമാണ് പരിശോധന നടത്തി ചികിത്സ നൽകുന്നത്. ബ്രാഞ്ചുകൾ എറണാകുളം, കോഴിക്കോട് ഉണ്ടെങ്കിലും കാഞ്ഞങ്ങാട് അതിൻ്റെ 70 ബെഡുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ആയുർവേദവും പ്രകൃതി ചികിത്സയും അതുപോലെ തന്നെ ഹോമിയോപ്പതിയും ഫിസിയോതെറാപ്പിയും ഒക്കെ സങ്കലിതമായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണുള്ളത്. ഇതിൻ്റെ കർക്കിടക ചികിത്സ വിവിധ പാക്കേജുകളിലും അതുപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷയും ഇവിടെ നടക്കുന്നുണ്ട്. ഹെമിപ്ലീജിയ, ഈ തളർവാദം പിടിപെട്ട ആൾക്കാർക്കുള്ള പ്രോഗ്രാമുകളും ഇവിടെ ലഭ്യമാണ്. 70 ബെഡുകളുള്ള ആശുപത്രി സൗകര്യം, 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം, കർക്കിടക ചികിത്സ, പ്രസവരക്ഷ, ഡയറ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള നാച്ചുറോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, ഓസോൺ തെറാപ്പി, ഫിസിയോതെറാപ്പി, അക്യുപങ്ചർ, ഡയറ്റ് തെറാപ്പി തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഔട്ട് പേഷ്യന്റ് വിഭാഗം ബ്ലോക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MP P കരുണാകരൻ, വാർഡ് മെമ്പർ K മീന, നഗരസഭാ കൌൺസിലർ വന്ദന ബൽരാജ്, സാമൂഹ്യ പ്രവർത്തകനും മുതിർന്ന അഭിഭാഷകനുമായ P അപ്പുക്കുട്ടൻ, TK സുധാകരൻ എന്നിവർ സംസാരിച്ചു.
ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഷിംജി പി നായർ സ്വാഗതവും ഡോക്ടർ എ സ്മിത ഷിംജി നന്ദിയും പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ടൗണിനെ കുരുക്കിയിടുന്ന വെള്ളാപ്പ് റോഡ്, ബിരിച്ചേരി റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ വേഗത്തിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളും ത്വരിതഗതിയിലാക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകളെ തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഒരു വേദിയിലെത്തിക്കാൻ മുൻകൈയെടുക്കുന്നു. ജനജീവിതത്തെ വട്ടം കറക്കുന്ന തരത്തിൽ തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്ത് പരിധിയിൽ 5 റെയിൽവേ ഗേറ്റുകളാണ് ഉള്ളത്. അതിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 4 റെയിൽവേ ഗേറ്റുകളാണ് യാത്രക്കാരെ കുരുക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് 2 റെയിൽവേ ഗേറ്റുകൾ ടൗണിലെത്തുന്നവരെ പതിറ്റാണ്ടുകളായി വലക്കുകയാണ്. 40-ൽ പരം സ്വകാര്യ ബസ്സുകളും മംഗളൂരുവിലേക്കും വലിയപറമ്പ് പടനാകടപ്പുറത്തേക്കും ഉൾപ്പെടെ 2 KSRTC ബസ്സുകളും സർവീസ് നടത്തുന്ന പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ബിരിച്ചേരി ഗേറ്റും ടൗണിലെ തിരക്കേറിയ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിലുമാണ് 2 റെയിൽവേ ഗേറ്റുകൾ യാത്രാക്കുരുക്കുണ്ടാക്കുന്നത്. കൂടാതെ ഇളമ്പച്ചി, രാമവില്യം, ഒളവറ, ഉളിയംകടവ് റോഡ് എന്നിവിടങ്ങളിലാണ് മറ്റ് റെയിൽവേ ഗേറ്റുകൾ. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ട്രെയിനുകളുടെ എണ്ണം കൂടുകയും റോഡുകളിൽ വാഹനങ്ങൾ 10 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തതോടെ പാളങ്ങൾ കടന്നു പോകുന്ന പാതകളിലെ റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ബിരിച്ചേരി, വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം വേഗത്തിൽ നടപ്പാക്കാൻ ഇടപെടലുണ്ടാക്കാനാണ് പുതിയ നീക്കം നടക്കുന്നത്. വികസന കാര്യങ്ങളിൽ വർഷങ്ങളായി ജനപ്രതിനിധികളിൽ സമ്മർദ്ദം ചെലുത്തി വരുന്ന തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെയും സംഘടനാ നേതാക്കളെയും മേൽപ്പാല നിർമ്മാണത്തിനായും റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമായി ഒരു വേദിയിൽ അണിനിരത്തുന്നതിന് മുൻകൈയെടുക്കുകയാണെന്ന് വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വരുന്ന 13/7/25 ഞായറാഴ്ച വൈകുന്നേരം 4:30 തൃക്കരിപ്പൂരിൽ വെച്ചൊരു ആലോചനാ യോഗം നടത്തുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശം വർഷങ്ങളായി തൃക്കരിപ്പൂരിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ യാത്രകളുടെ ദുരിതം, അത് ഏത് തരത്തിൽ ഈ യാത്രാ ദുരിതം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളൊരു ആലോചന യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും ജാതിമത വ്യക്തിത്വ ചിന്താഗതി ഇല്ലാതെ കണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഒരേ പ്രയത്നത്തിനുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും. ജൂലൈ 13 ഞായറാഴ്ച വൈകുന്നേരം 4:30 തൃക്കരിപ്പൂർ നെഹ്റു സ്തൂപത്തിനു സമീപത്തെ ബൂർജ് ഓഡിറ്റോറിയത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ഭാരവാഹികൾ, തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, ഡ്രൈവർമാരുടെ സംഘടനാ നേതാക്കൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, പള്ളി കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ നാടിൻ്റെ എല്ലാ മേഖലകളിലുമുള്ളവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് വേദിയൊരുക്കിയിട്ടുള്ളതെന്ന് ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ എം മുഹമ്മദ് കുഞ്ഞി, സപ്ന ലത്തീഫ്, AG മുഹമ്മദ് അമീൻ, AG അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് MN സ്മാരക ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന ട്രഷറർ P. സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഭയങ്കര ആരോഗ്യത്തിലാണ്. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മള് പറയായിരുന്നു വയസ്സ് വാർദ്ധക്യ സഹജമായ രോഗത്താൽ മരണപ്പെട്ടു. ഇപ്പോൾ വാർദ്ധക്യം എന്നൊരു ഘടകമില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സംരക്ഷണം നമ്മൾ ഈ ലൈഫ് ലൈൻ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് നമ്മളെല്ലാവരെയും കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പ്രത്യേകത 2025 കാലഘട്ടത്തിൽ ഈ AWK എന്ന സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും
പ്രായഭേദമന്യേ യാതൊരു വയസ്സിന്റെ നിബന്ധനയും കൂടാതെ, അതുപോലെ തന്നെ ഏതൊരു അസുഖത്താൽ ഇപ്പോൾ സഹിക്കുന്ന ആളുകൾക്ക് പോലും ഈ വർഷം ജൂലൈ 31 മുമ്പ് തന്നെ ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കാം. സംഘടനയുടെ പുതിയ പദ്ധതിയായ ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ചും ഈ പദ്ധതിയിൽ അംഗമാകുന്ന വ്യക്തിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായധനമായി 10 ലക്ഷം രൂപ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് MN ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി TV ദേവദാസ് സംഘടനാ വിശദീകരണം നടത്തി. ജില്ലാ ട്രഷറർ N മനു വിനായക പരിശീലന പദ്ധതിയെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K പ്രേംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മഹേഷ് റാവു വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. രതീഷ് മടിക്കൈ, AV അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് 2024-25 വർഷത്തിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയികളായ മെമ്പർമാരുടെ മക്കളെ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി K പ്രേംകുമാർ സ്വാഗതവും രഞ്ജിത്ത് ആവിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് വാഴക്കോട് കുടുംബശ്രീ അനുമോദനം സംഘടിപ്പിച്ചു. നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് വാഴക്കോട് കുടുംബശ്രീ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളിൽ SLC, +2 വിജയികൾക്കുള്ള അനുമോദനം നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ പറയാ, കൈയും കാലും കൈ പിടിച്ചിട്ട് മാത്രമേ സാധാരണ നടക്കാറ്. കൈ പിടിച്ചിട്ട് നടക്കും, പിന്നെ ക്യാമ്പസുകൾ അങ്ങനെയൊക്കെ പോകും. ഞാൻ തെറ്റ് പറയുന്നില്ല, വിജയിക്കട്ടെ, നമ്മൾ അങ്ങനെയെല്ലാം മാറട്ടെ, ആൺപെണ്ണ് ഭേദമില്ലാതെ. പക്ഷെ ഈ കൈപിടുത്തവും കാലുപിടുത്തവും നിങ്ങളുടെ രക്ഷിതാക്കൾ വരുമ്പോഴോ ബന്ധുക്കൾ വരുമ്പോഴോ അതുണ്ടാവും. അന്നേരം അയ്യോ എന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ശുദ്ധതയെ ചോദ്യം ചെയ്യും. അപ്പൊ അതിനർത്ഥം നമ്മൾ കൃത്യമായ ആസ്പെക്ട് നിങ്ങളെ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജെൻഡർ വ്യത്യാസം ഒന്നും വേണ്ട, അതെല്ലാം ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെയാണെങ്കിലും നമുക്ക് വാർഡ് മെമ്പർ A വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി അംഗം P മനോജ്, സ്കൂൾ PTA പ്രസിഡന്റ് ബിജു തുമ്പയിൽ, ADS അംഗങ്ങളായ M രജിത, അനിതകുമാരി എന്നിവർ സംസാരിച്ചു. CDS അംഗം ബിജി ബാബു സ്വാഗതവും P നാരായണി നന്ദിയും പറഞ്ഞു. മടിക്കൈ പഞ്ചായത്തിലെ മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ 1-ാം വാർഡ് കുടുംബശ്രീ അംഗമായ ഓമന, അരങ്ങ് നാടക മത്സരത്തിൽ ജില്ലാതലത്തിൽ 2-ാം സ്ഥാനം നേടിയ 1-ാം വാർഡ് കുടുംബശ്രീ അംഗം ലേഖ നാരായണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യുവസാഹിത്യകാരി മൈസുന ഹാനി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് വേറിട്ട അനുഭവമായി. സ്കൂളിൽ രൂപീകൃതമായ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, ഇക്കോ, സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും യുവസാഹിത്യകാരി മൈനൂന ഹാനി ഉദ്ഘാടനം ചെയ്തു. നന്നായി വായിക്കാം. വായനയിൽ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. പാഠപുസ്തകത്തിന് പുറമെ വായനയുടെ വലിയൊരു ലോകം തന്നെയുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കാം. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പോസ്റ്ററിൽ കണ്ടു പ്രഭാഷണമൊക്കെ. നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് മാഷിനെ പോലെയുള്ള പ്രഗത്ഭനായ പ്രഭാഷകന്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോയെന്നറിയില്ല. മാഷിൻ്റെ സംസാരമൊക്കെ, മാഷിൻ്റെ പുസ്തക ചർച്ചകളൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കാണാറുണ്ട് മാഷിൻ്റെ സംസാരമൊക്കെ. സ്കൂൾ പ്രധാനാധ്യാപിക VK ശശികല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് PVC ജുവൈരിയ, PVC ഇനാം എന്നിവർ ചേർന്ന് പുസ്തക വിതരണം നടത്തി. P ഹരീന്ദ്രൻ, K മനു, TV രോഷ്നി, അനീഷ് വെങ്ങാട്ട്, TK M ഷെരീഫ്, MTC ആരിഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജപുരത്ത് നാടൻ കള്ളത്തോക്കും നിർമ്മാണ സാമഗ്രികളുമായി ഒരാൾ പിടിയിൽ. ആലക്കോട് കാർത്തികപുരം സ്വദേശി അജിത് കുമാർ MK ആണ് രാജപുരം പോലീസിന്റെ പിടിയിലായത്. 2 പേർ ഒളിവിൽ.
കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കാസർഗോഡ് ചൂരി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടുകയായിരുന്നു. ആന്ധ്രയിലെ അക്കിവീട് സ്വദേശി മുഹമ്മദ് സൽമാൻ അഹമ്മദിനെയാണ് പോലീസ് സംഘം അക്കിവീട് എന്ന സ്ഥലത്തെത്തി പിടികൂടിയത്. ആരോഗ്യവകുപ്പിന്റെയും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ 12-13 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട്ടെ KSRTC ഡിപ്പോയിലെ ഔഷധോദ്യാനം ആരുടെയും മനം കുളിർപ്പിക്കും. ആമ്പൽ മുതൽ അനന്തശയനം വരെയുണ്ട്. KSRTC ഡിപ്പോ സെക്യൂരിറ്റി ജീവനക്കാരൻ അശോകൻ ഒരുക്കിയ ഡിപ്പോയിലെ ഔഷധത്തോട്ടത്തിൽ 2 കൊമ്പുകളുള്ള ഗണപതിയുടെ വിഗ്രഹ പ്രതിഷ്ഠയും ആരാധനയുള്ള ഉത്തര കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ മടിക്കൈ കീക്കാങ്കോട്ട് ന്യൂനിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി. സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു. പള്ളിക്കര മേൽപ്പാലത്തിന്റെയും ചിത്താരി പാലത്തിന്റെയും ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യം. പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.